പേരെന്താ? സഹദേവൻ. ഇത് നമ്മുടെ സഹദേവൻ ചേട്ടനാണ്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായിട്ടുള്ള കൊല്ലം തഴവ ഭാഗത്ത് സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുള്ള സഹദേവൻ ചേട്ടനാണിത്. ഇപ്പോൾ പൂവെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൂവിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇത് വിത്ത് പാകമാകുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പൂ കാണുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു കൃഷിയാണ് സൂര്യകാന്തിയുടെ കൃഷി. അതുപോലെ തന്നെ ഈ സൂര്യകാന്തി പാടം ആൾക്കാർക്ക് എന്നും ഒരു ഫോട്ടോഷൂട്ടിന് വളരെയേറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വളരെയേറെ വൈറലായിട്ടുള്ള സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെയും ഒക്കെ ജനങ്ങൾ വളരെയേറെ ഏറ്റെടുത്ത ഒരു കൃഷിസ്ഥലമായിരുന്നു ഇത്. ഈ വർഷത്തെ പൂക്കൃഷി അത്യാവശ്യം വിജയമായിരുന്നു എന്നാണ് സഹദേവൻ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് അടുത്ത വർഷം കുറച്ചും കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. പണ്ട് മുതലേ പല രീതിയിലുള്ള കൃഷികൾ ചെയ്തു വരുന്ന ആളാണ്. അപ്പോൾ ഈ പ്രാവശ്യം തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്ക് സൂര്യകാന്തിയുടെ വിത്ത് കിട്ടുകയും കിലോയ്ക്ക് ഏതാണ്ട് 4000 രൂപയോളം കൊടുത്തിട്ടാണ് ഈ വിത്ത് വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വർഷം കൃഷി ചെയ്തത്. അത്യാവശ്യം വിജയകരമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സൂര്യകാന്തി പൂത്തതോടെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ അറിഞ്ഞ് ധാരാളം ആളുകൾ പൂ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുകയുണ്ടായി. എല്ലാ കൃഷിക്കും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സൂര്യകാന്തി പാടത്തും ഈ കീടങ്ങളുടെ ആക്രമണം ഉണ്ടായി. പക്ഷേ ഈ പ്രാവശ്യം വ്യത്യസ്തമായ ഒരു ആക്രമണമേ ഉള്ളൂ. ഈ വരുന്ന സന്ദർശകരെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത്. സഹദേവൻ ചേട്ടന് ഇതിനെപ്പറ്റി കാര്യമായ പരാതിയൊന്നുമില്ല. പക്ഷേ എങ്കിലും കാണുന്ന നമുക്ക് അത് വളരെ വ്യക്തമായി തന്നെ ബോധ്യമാവും. ഇതൊരു കൃഷിസ്ഥലമാണെന്നും ഒരാളുടെ അന്നത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് എന്നുള്ള ഒരു ബോധമില്ലാതെയാണ് ഈ പൂ കാണാൻ വന്ന ആൾക്കാർ ഇവിടുത്തെ ഈ പാടത്ത് കയറി ആ പൂച്ചെടികൾ ഒരു നല്ലൊരു ശതമാനവും ചവിട്ടി നശിപ്പിക്കുകയും അതുപോലെ തന്നെ വാക്ക് കിട്ടിയ പല ആളുകളും പൂ ചെവിടോടെ പുഴുതുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. ഇതൊരു കൃഷിസ്ഥലമാണ് എന്നുള്ളൊരു ബോധമില്ലാതാണ് പലരും പെരുമാറിയത്. പക്ഷേ സഹദേവൻ ചേട്ടന് ഈ കാര്യത്തിലൊന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൂ കാണുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. ഈ പൂ കാണാൻ വന്ന ആളുകളുടെ നിർബന്ധപ്രകാരവും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധപ്രകാരം പുള്ളിക്കാരൻ ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടി വന്നു. ഇത് ചുറ്റും ഈ വേലിയൊക്കെ കെട്ടി പിന്നെ ഇതിലേക്ക് കയറുന്നതിനൊരു ഫീസും ഒക്കെ നിശ്ചയിക്കുകയുണ്ടായി. കാര്യം ഈ ഒരു അവസ്ഥ കാരണമാണ്, ഈ തള്ളിക്കയറ്റം മൂലം നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഏതായാലും അത് ചെയ്തത് വളരെ ഒരു നല്ല പ്രവൃത്തിയായി തന്നെ വേണം കരുതാൻ. കാര്യം ഇതിലൂടെ വന്ന നഷ്ടം, ഈ ആൾക്കാരൊക്കെ കയറി ചവിട്ടി നശിപ്പിച്ചതുകൂടെ വന്ന ഒരു നഷ്ടം നികത്താൻ എന്തായാലും ആ ചെറിയൊരു ഫീസ് ഈടാക്കിയത് മൂലം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പാടത്ത് ജനത്തിരക്ക് ഏറിയതോടെ ഇതിൻ്റെ 4 ചുറ്റും പല രീതിയിലുള്ള കച്ചവടക്കാരും വന്നു. പല ഐസ്ക്രീം കച്ചവടക്കാരും അതുപോലെ തന്നെ ബജി കച്ചവടക്കാർ അതുപോലെ പല രീതിയിലുള്ള കച്ചവടക്കാരും വന്നു. അങ്ങനെ പല ആൾക്കാർക്കും ഇത് ഉപജീവന മാർഗമായി തന്നെ മാറി. ഏതായാലും ഈ വർഷത്തെ കൃഷി വിജയിച്ച സന്തോഷത്തിലാണ് അദ്ദേഹം. ഇനിയും അടുത്ത വർഷം നല്ല രീതിയിൽ തന്നെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത വർഷവും ഇതുപോലെ പൂക്കളുണ്ടാകുമ്പോൾ കാണാൻ വരുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇത് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാര്യം ഇതൊക്കെ ഒരാളുടെ അന്നത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു കൃഷിയാണ്, അല്ലാതെ ടൂറിസത്തിന് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ ആ ഒരു ബോധത്തോടെ വരുന്ന ആൾക്കാർ പെരുമാറണം എന്നുള്ളതാണ് എൻ്റെയും കൂടെ ഒരു അഭിപ്രായം. തമിഴ്നാട്ടിലും ഇതുപോലെ പൂ കാണാൻ പോകുന്ന ആളുകളും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട്. അവർ പലപ്പോഴും പരാതി പറയാറുണ്ട്. അവരും ഈ കൃഷി ചെയ്യുന്ന ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു തമിഴ്നാട്ടിലുമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ ആൾക്കാർ ചെന്നിട്ട് അവർക്കിതിൻ്റെ ഒന്നും വില അറിയില്ല. അവർ ജസ്റ്റ് അവരുടെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ ചെല്ലുന്നത് കാരണം ഇതൊക്കെ ചവിട്ടി നശിപ്പിക്കാറുണ്ട്. അപ്പം മേലാൽ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യരുതെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.